പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വെച്ച് ദാരുണമായി SFIക്കാർ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മൃതദേഹം കണ്ടെടുത്തപ്പോൾ നിർണായകമായ ചില തെളിവുകൾ പോലീസ് ഒളിപ്പിച്ചു എന്ന വിവരം. നമ്മളാണ് ഒരുപക്ഷെ ഇത് ആദ്യമായി ലോകത്തോട് പറയാൻ പോകുന്നത്. അതായത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ സർജൻ ഡോക്ടർ അജിത് പാലിയക്കര ആണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ജഡം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതായത് ആരെന്ത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും കൊലപാതകത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ തരി കിടക്കുമെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ ഈ കൊലപാതകത്തിനെ സംബന്ധിച്ച് പ്രകാശം വീഴ്ത്തുന്ന ഒരു സംഗതിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചിട്ട് ഇത് കൊലപാതകമേ ആകാൻ കഴിയൂ. പക്ഷേ ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ അജിത്ത് പറയുന്ന ഒരു വാചകം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാൻ വായിക്കാം. ലിഗേച്ചർ മെറ്റീരിയൽ വാസ് നീദർ പ്രസൻറ്റ് ഇൻ സിറ്റു നോർ ബ്രോഡ് ബൈ ദ പോലീസ്. ഈ ഇൻസിറ്റു എന്നുള്ളത് ഫോറൻസിക് സയൻസിലെ ഒരു വാക്കാണ്. അതായത് ഒരാൾ തൂങ്ങി മരിക്കുന്നു. തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ ഈ ജഡം കൊണ്ടുപോകുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ആ ജഡത്തിൻ്റെ കൂടെ ആ സമയത്ത് ഈ തൂങ്ങി മരിച്ച വ്യക്തി ധരിച്ചിരുന്ന വസ്ത്രം, തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു, അത് ചിലപ്പോൾ കയറാവാം, പുതപ്പോ, അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. സാരിയൊക്കെ സ്ത്രീകളാണ് സാരിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും മസ്റ്റാ. ഇത് അതിൻ്റെ കൂടെ ഇല്ല എങ്കിൽ പിന്നീട് അത് പോലീസ് കൊടുക്കണം ആ സമയത്ത് തന്നെ. എന്തിനാന്ന് വെച്ചാൽ ഇത് ഈ ലിഗേച്ചർ മാർക്സ് എന്ന് പറയുന്നത് ആ വാക്കാണെങ്കിലും പരിക്ക് നമ്മൾ നോക്കുക. ഈ ക്ഷതങ്ങൾ സംഭവിക്കുമല്ലോ തൂങ്ങുമ്പോഴൊക്കെ കഴുത്തിനൊക്കെ, അതാണ് ലിഗേച്ചർ മാർക്സ് എന്ന് പറയുന്നത്. ആ പരിക്കുകൾ, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നു എന്ന് വയ്ക്കൂ, ഈ പരിക്കുകളും ആ വസ്ത്രത്തിലെ മാർക്കും ചോര, ഇങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ, അത് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഇത് ഹാജരാക്കണം എന്ന് പറയുന്നത്. പോലീസ് ഇത് ഹാജരാക്കി. അതായത് തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു, കയറാവട്ടെ, ഇലക്ട്രിക് വയറാവട്ടെ, കേബിളാവട്ടെ, എന്താവട്ടെ, അത് കൊടുത്തിട്ടില്ല. അവസാനം കൊല്ലപ്പെടുന്ന സമയത്ത് സിദ്ധാർത്ഥ് ധരിച്ചിരുന്ന വസ്ത്രം കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കേരള പോലീസ് പൂഴ്ത്തി എന്ന് പറയാം. അതെ, നമ്മൾ ഇന്നലെ കാണുന്നുണ്ട്, ബെൽറ്റ് കണ്ടുപിടിച്ചു, മറ്റേ ഗ്ലൂ ഗൺ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു എന്താണ്, അവസാനം ധരിച്ചിരുന്ന വസ്ത്രം എന്താണ്, ഇത് മാത്രം പറയുന്നില്ല. അതെ, അത് വളരെ പ്രധാനമാണ്. അത് ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്നൊരു ഗ്രാഫിക് കണ്ടപ്പോൾ അതിലും ഇത് പറഞ്ഞിട്ടില്ല. അതെ, മനോരമയിൽ ഒരു രേഖാചിത്രം കണ്ടു. പക്ഷേ ഈ പ്രധാനപ്പെട്ട വസ്തുതകൾ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടില്ല പോലീസ് എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന വിവരം. അതെ, ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അത് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത്. അത് 1-ാം പേജിൽ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. കാരണം ഡോക്ടർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുക, ആദ്യത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. അതിന് അവിടെ നടന്ന കള്ളക്കളി മനസ്സിലായില്ല. അതെ, ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലാക്കാട്ടൂർ, കോട്ടയം ജില്ലയിൽ, അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി തൂങ്ങി മരിച്ചു. പക്ഷേ ആ ലോക്കപ്പിൽ പൊക്കമൊന്നുമില്ല. ഒരു ചെറിയ വെന്റിലേറ്റർ പോലെ, ഈ ജനാല എന്നൊക്കെ പറയാം, അതിൻ്റെ അഴികളിൽ നിന്ന് അയാളൊരു തോർത്ത് ഉപയോഗിച്ചാണ് ആ ലോക്കപ്പിൽ കിടന്നിരുന്ന പ്രതി തൂങ്ങി മരിക്കുന്നത്. ഇത് ഭയങ്കര കോളിളക്കായി. ഒന്നാമത് പൊക്കമൊന്നുമില്ല, ഈ തൂങ്ങാൻ നോക്കിയാലും കാലുമുട്ടും ഇങ്ങനെയൊക്കെ. അത് അന്വേഷിക്കാനായിട്ട് ഞാൻ പോയി. അന്ന് SIയോടൊക്കെ സംസാരിച്ചു. അപ്പോൾ SI ഒക്കെ ശരിക്കും ഈ പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ വല്ലാതെ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞു അദ്ദേഹം ഒന്നും ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞു. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. പക്ഷേ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ അന്നത്തെ സർജൻ, ഫോറൻസിക് സർജൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് അഭയയുടെ ജഡം രണ്ടാമത് CBI അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തത്. അതെ, ഞാൻ രാധാകൃഷ്ണനെ പോയി കണ്ടു. ഈ ലാക്കാട്ടൂരിൽ നിന്ന് വന്നിട്ട് സ്റ്റോറി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധ്യതയുണ്ട് തൂങ്ങി മരിക്കാൻ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് തന്നെ കോട്ട് ചെയ്തിട്ട് ആ സാധ്യത പറഞ്ഞു. സത്യത്തിൽ ആ വലിയൊരു ബഹളമായിട്ട് ഇങ്ങനെ നടന്ന CBIക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് അടങ്ങിയത് അങ്ങനെ ഒരു വിദഗ്ധ അഭിപ്രായം വെച്ചിട്ടാണ്. ഇവിടെ ഒരു വിദഗ്ധ അഭിപ്രായമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇനി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് 3 പേജാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന വേറെ സംഗതി എന്താണെന്നറിയോ? തൂങ്ങി മരിച്ചാൽ കഴുത്തിൽ ക്ഷതം ഉണ്ടാവുമല്ലോ ആ തൂങ്ങൽ കൊണ്ട്, ആ ക്ഷതം ഇതിലില്ല. അതായത് കഴുത്തിലെ ലിഗേച്ചർ മാർക്കിന് താഴെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് മാത്രമേ ചതഞ്ഞിട്ടുള്ളൂ. ചില ടിഷ്യൂസ്, പേശികൾ എന്നോ മറ്റോ ഒക്കെ പറയാം. അതിന് താഴെ എല്ലുകൾ പൊട്ടിയിട്ടില്ല, അതിന്റെ താഴെ പേശികൾ ചതഞ്ഞിട്ടില്ല. തൂങ്ങി മരണത്തിൽ ഇത് അസ്വാഭാവികമാണ്. അതെ, തൂങ്ങി മരണം നടന്നിട്ടില്ല, അസ്വാഭാവികമായിട്ടാണ് കാണുന്നത്. തൂങ്ങി മരണത്തിന്റെ ക്ഷതങ്ങളില്ല, ജഡത്തില് കഴുത്തിലില്ല. പരിക്കുകൾ ഉള്ളത് മുഴുവൻ വയറിലും നെഞ്ചിലും തലയിലും ഒക്കെയാണ്. സാർ, ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം, ഈ അറിവില്ലായ്മ കൊണ്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പോലും പറയുന്നുണ്ട് റാഗിങ്. ഇത് റാഗിങ് അല്ല. റാഗിങ് എന്ന് പറഞ്ഞാൽ ആദ്യ വർഷ വിദ്യാർത്ഥികൾക്കാണ് റാഗിങ്. അപ്പൊ റാഗിങ് അല്ല, തെറ്റായി റാഗിങ് എന്ന് പറഞ്ഞ് ഇതിന്റെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് റാഗിങ് എന്ന്. അതിലൊരു പക്ഷേ ആ സിദ്ധാർത്ഥനോട് സ്നേഹമുള്ള ആളുകൾ പോലും വീണുപോയിട്ടുണ്ട്, അവരും റാഗിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ആത്മഹത്യാ പ്രേരണ കുറ്റം, അതാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതും ശരിയല്ല, കാരണം അവരുടെ ഭാഗത്തുള്ള വീഴ്ച മറക്കാനാണല്ലോ. അത് മാത്രമല്ല, ഈ ഗുരുതരമായ ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഇന്റേണൽ ഓർഗൻസ് ഇഞ്ചുറി പറ്റുന്ന പരിക്കുകളുണ്ട്, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് എന്നിട്ട് പോലും അറ്റംപ്റ്റ് ടു മർഡർ പോലും, കൊലപാതക ശ്രമം പോലും ചാർജ് ചെയ്തിട്ടില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ പുറത്ത് 15 സെന്റിമീറ്റർ നീളത്തിൽ, 15 സെന്റിമീറ്റർ ചില്ലറയാണോ നീളത്തിൽ നീലച്ച് കിടപ്പുണ്ട്, വീതിയുള്ള ബെൽറ്റ് കൊണ്ട് അടിച്ചതും. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രോബബ്ലി എ റോഡ് എന്ന് പറഞ്ഞാല് ഇരുമ്പ് അടിയോ. അതുപോലെ പറഞ്ഞു കേട്ടത്, ആ അടി കൊണ്ട് സിദ്ധാർത്ഥൻ നിലത്ത് വീണപ്പോ അവന്റെ ശരീരത്തിന് മീതെ ഒരു കസേര ഇട്ടിരുന്ന് ഒരുവൻ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു എന്നാണ്. ഈ സിൻജോ എന്ന് പറഞ്ഞവനില്ലേ, പുറത്ത് പറഞ്ഞാൽ തലപെട്ടു എന്ന് പറയാൻ, അവൻ ഒരു ബോക്സിംഗ് ബാഗ് ഉണ്ടല്ലോ, നമ്മൾ കെട്ടിത്തൂക്കിയിട്ട് സിനിമയിൽ കാണാറുണ്ടല്ലോ, ബോക്സർമാർ വന്ന് ഇടിക്കുന്നത്, അതുപോലെയാണ് സിൻജോയുടെ ശരീരത്തിൽ പോയി ഇടിച്ചു, ചാടിത്തൊഴിച്ചു. ഞാനിത് വായിച്ചപ്പോ ഇവര് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതില്ലാതെയാണ്, പച്ചബോധത്തിൽ ചെയ്താണ്. അതായത് സിദ്ധാർത്ഥനെ ചാടി തൊഴിച്ച് സിൻജോയുടെ കാല് മടങ്ങിപ്പോയി, ബാൻഡേജ് ഇട്ടവൻ നടന്നു. എത്ര ഹീനമായ, എത്ര വലിയ കൊടും ക്രിമിനലുകളാണ് ഇവന്മാർ. എന്നിട്ട് ഇവരെ ഒളിവിൽ പോയ ഇവരെ അറസ്റ്റിന് പോലീസ് ശ്രമിക്കുമ്പോഴാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വന്ന് കീഴടങ്ങുമ്പോൾ നമ്മൾ വലിയ മാന്യനും നന്മമരവുമായ CK ശശീന്ദ്രൻ കൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി വരുന്നത്. ഇനി സുനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ജഡം ഇവര് തൂങ്ങി നിൽക്കുന്ന നിലയിലൊന്നും ആരും കണ്ടതായിട്ട് ഇല്ല. അങ്ങനെ സംഭവമേ ഇല്ല. കാരണം ഇവര് നേരത്തെ തന്നെ അഴിച്ചെടുത്തു, എല്ലാം ക്ലീൻ ആക്കി പറഞ്ഞു. തൂങ്ങിയിരിക്കുകയായിരുന്നു, ഞങ്ങൾ അഴിച്ചെടുത്തു എന്ന് പറഞ്ഞു. ആ ഭാഗത്ത് സംശയം വരുന്ന ഒരു കാര്യം എന്താ അറിയാം, തൂങ്ങിയിട്ടില്ല എന്നുള്ള ഒരു സംശയം എനിക്കുള്ളത്, ഈ ഡീൻ ഇതിൽ വലിയൊരു പ്രതിയാകേണ്ട ആളാണല്ലോ. ആ ഡീനും എല്ലാം കൂടി ഈ കൊലപാതകം നടന്ന ശേഷം അവിടെ വന്നപ്പോ പ്രതികളിൽ ഒരാൾ ഈ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ പോലീസ് വരുന്നതിന് മുമ്പ് ഈ ശുചിമുറിയുടെ ഉള്ളിൽ കയറിയിട്ട് അകത്ത് നിന്ന് കുറ്റിയിട്ടു, എന്നിട്ട് പുറത്തുനിന്ന് ചവിട്ടി പൊളിക്കാൻ പറഞ്ഞു. ഏത് വ്യാജമായിട്ട് ഉണ്ടാക്കുകയാണ്, ഞങ്ങൾ വാതിൽ ചവിട്ടി പൊളിച്ചു എന്നൊക്കെ. അത് ഒരുത്തനകത്ത് പോയിട്ട് കുറ്റിയിട്ടിട്ട് ചവിട്ടി പൊളിച്ചതാണെന്ന് വിവരണങ്ങളിൽ ഞാൻ കണ്ടു. അപ്പൊ ഇത് മുഴുവൻ സ്റ്റേജ് പ്ലേ പോലെയാണിത്. അല്ല, ഈ കോളേജ് അധ്യാപക സംഘടനയുടെ CPM-ന്റെ കോളേജ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡീൻ എന്ന് പറഞ്ഞ നാരായണൻ. അതെ, ആ നാരായണൻ ആ അനുശോചന യോഗത്തിൽ പ്രസംഗിച്ചത് സുനിൽ വായിച്ചിരുന്നോ? അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസാണ് ഉണ്ടായത്, നിങ്ങളാരും ഇത് ഷെയർ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതെ, അത് മാത്രമല്ല, മൂടി വെക്കണം. ഈ കുട്ടി മരിച്ച അന്ന്
അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാനുള്ള ഇന്റർവ്യൂസ് നടക്കുമായിരുന്നു. അതെ, നിർത്തിവെക്കാൻ പോലും ഈ പുറത്താക്കപ്പെട്ട VC എന്ന വൃത്തികെട്ട മനുഷ്യന് തോന്നിയില്ല. ഒരു കുട്ടി മരിച്ചിട്ട് സർവകലാശാല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റു സർവകലാശാല പോലെയല്ല. ഈ കോളേജും അതിന്റെ ക്യാമ്പസിലും മാത്രം ഒതുങ്ങുന്ന ഒരു സർവകലാശാല, ഒരു കോളേജ് തന്നെയാണിത്. പേര് സർവകലാശാല എന്നുള്ളൂ. അവർ രണ്ടുപേരും ഒരു സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയോ അർഹതയോ ഉള്ളവരല്ല. നമ്മൾ പല കലാലയങ്ങളിലും സർവകലാശാലകളിലും ഈ SFIയും ഈ CPMന്റെ അധ്യാപക സംഘടനയും തമ്മിലുള്ള ഇങ്ങനെ അവിശുദ്ധ ബന്ധം ആണ്, ചേട്ടനും അനിയനുമാണ്. ഒരു തിന്മയിൽ അധിഷ്ഠിതമായ അവിശുദ്ധ ബന്ധം. സാർ, ഇപ്പോൾ പുറത്തു വരുന്ന വേറൊരു വാർത്ത കേട്ടില്ലേ? അതായത് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത് 100-300ഓളം 130ഓളം കുട്ടികൾ കണ്ടു നിൽക്കുകയാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്. ആ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളും അവിടെ ഒരു വിദ്യാർത്ഥിനിയുടെ ഓഡിയോ സന്ദേശം വന്നിരുന്നു. ഇപ്പോൾ ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്, വ്യാജമായി ഒരു പരാതി ഉണ്ടാക്കി. ആദ്യം ഒരു പരാതി കൊടുത്തു, ആ കുട്ടി പിന്മാറി. പിന്നെ വേറൊരു പെൺകുട്ടിയെ കൊണ്ട് പരാതി എഴുതിച്ച്, അതായത് സിദ്ധാർത്ഥ് മരിച്ചു എന്നതിന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു വ്യാജ പരാതി എഴുതി കൊടുത്തു. പരാതി എഴുതി കൊടുത്ത് സിദ്ധാർത്ഥന്റെ മരണശേഷം 26-ാം തീയതി ആ പരാതി തീർപ്പാക്കി. അതിൽ സിദ്ധാർത്ഥനെ അതിക്രൂരമായി ഒപ്പുവെച്ച പ്രതി കൂടെ ഒപ്പുവെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥൻ അഭിലാഷ് എന്റെ ഓർമ്മ. അവനും പ്രതിയും ICCയിൽ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയിലും മെമ്പറാണ്. അയാൾ ഒപ്പിട്ടിട്ടുണ്ട്. അവൻ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോ പോലീസിന്റെ നോട്ടത്തിൽ അവൻ ഒളിവിലാണ്. അതുപോലെ തന്നെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരില് ഒരാൾ പ്രതിപട്ടികയിലില്ല പോലീസിന്റെ. അതെ. പിന്നെ ഇതിനെല്ലാം പുറമെ പരാതിപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി കേരള പോലീസിലെ ഒരാളുടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മകളാണെന്ന് വരുന്നു. അപ്പോൾ വ്യാജമായി പോലീസിലെ ഒരാളുടെ മകളെ കൊണ്ട് വ്യാജ പരാതി ഉണ്ടാക്കി. അത് ഒരു CPMന്റെ ഇപ്പോൾ പച്ച വെളിച്ചം എന്ന് പറയുന്ന പോലെ ചുവന്ന വെളിച്ചം പോലീസ് ഉണ്ടാവും. അങ്ങനെ പരാതി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഈ ഒളിവിൽ കഴിഞ്ഞ പ്രതിയോടൊപ്പം ഇരുന്ന് വ്യാജ പരാതി തീർപ്പാക്കിയ കുറെ ഡോക്ടർമാരുടെ പേര് അതിനകത്തുണ്ട്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ മൃഗഡോക്ടർമാരാണ്. മൃഗങ്ങളെക്കാൾ അധമമായ മനസ്സുള്ള ചില ഡോക്ടർമാരായ അധ്യാപകർ ഒപ്പിട്ടിട്ടുണ്ട്. അവർ വ്യാജരേഖ ഉണ്ടാക്കിയതിന് അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. ICCയുടെ ഒരു 12 ഒപ്പോ മറ്റോ അടിയില്. വിചിത്രമായൊരു കാര്യം, ICCയുടെ പതിവില്ലാതെ ഒപ്പിട്ട് എല്ലാവരും ഡേറ്റും ഇയറും വെച്ചാണ് ഒപ്പിട്ടിരിക്കുന്നത്. കാരണം പിന്നീട് അതെ, വളരെ കൃത്യമായി. സാധാരണ ഒപ്പിടുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നും ഡേറ്റും ഇയറും വെക്കത്തില്ല. ഡേറ്റും ഇയറും വെച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു രേഖയാണ്. അതുണ്ടാക്കിയ ആളുകളെ അതിൽ ഒപ്പുവെച്ച അധ്യാപകരെന്ന് പറയുന്ന രാക്ഷസന്മാരെയും രാക്ഷസികളെയും കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് സാറ് കേട്ടില്ലേ? അവിടുത്തെ ഹോസ്റ്റലിൽ, വനിതകളുടെ ഹോസ്റ്റലിൽ 300ഓളം പെൺകുട്ടികളെ തടഞ്ഞു വെച്ചിരിക്കുക. ആരാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്? PTA പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ. ഇയാളാരാണ്? അയാൾ പറയുന്നത് പോലീസുകാർ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കും. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോയി ചോദ്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇയാളുടെ അച്ഛന്റെ വകയാണോ കേരള പോലീസ്? അതായത് ഒരു SFIക്കാരി, പഴയ മഹാരാജാസിൽ പഠിച്ചിരുന്ന ഒരു സ്ത്രീ കാസർഗോട്ട് ഒരു കോളേജിന് ഇന്റർവ്യൂവിന് വ്യാജരേഖ ഹാജരാക്കി. അതെ. അതിനെ പിടിക്കാതെ എത്ര നാള് പോലീസ് നടന്നാണ് ഇല്ലേ ഈ നാട്ടില്? ഇത് ഇന്റിമിഡേഷൻ എന്ന് പറയുന്ന കുറ്റമാണ് ഈ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അയാള് പറയുകയാണ്, അവര് പോയി ക്യാൻറ്റീനിൽ ബഹളം ഉണ്ടാക്കട്ടെ, അപ്പൊ പൈസ ഭക്ഷണം കിട്ടുമായിരിക്കും. പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഈ പരമചറ്റ, അയാൾക്ക് എന്താ അധികാരം? അയാൾ PFIക്കാരനായിരിക്കും. ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്നു, SFIയുടെ മറവിൽ SFIയും PFIയും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. നമുക്കറിയാമല്ലോ, നമ്മൾ പലതവണ പറഞ്ഞു. അതായത് ഒരു തട്ടമിട്ട പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞതിന്റെ പേരിലാണ്, അവളുടെ കൂടെ നൃത്തം വെച്ചതിന്റെ പേരിലാണ്, ഈ പേര് കേട്ടാൽ വേറെ മതമാണെന്ന് തോന്നുന്ന, ഹിന്ദുവോ ക്രിസ്ത്യനോ ആണെന്ന് തോന്നുന്ന പേരിന് പിന്നിലെ ഇസ്ലാമിക വാൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്രിമിനലുകൾ നടത്തിയ കൊലയാണിത്. അതെ അതെ അതെ, അവരുടെ പേരുകൾ ധാരാളം അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ പ്രതിപട്ടികയിൽ. മാത്രമല്ല ഈ PFI SDPI എന്നൊക്കെ പറയുന്നത് IS-മായി ബന്ധപ്പെട്ട ആളുകൾ, രാജ്യദ്രോഹത്തിന് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അവർ നിർബാധം IS-ന്റെ വലിയ ഭീകര നേതാവ് തിരുവനന്തപുരത്ത് വന്ന് വട്ടിയൂർക്കാവിൽ വന്നു. അതും നമ്മളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതെ അതെ, സാദിഖ് ഭാഷ വന്നതും സാദിഖ് ഭാഷയെ നമ്മുടെ കേരള പോലീസ് വിട്ടയച്ചതും ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. എന്തിന്? NIA-ക്ക് വിട്ടുകൊടുത്തു. അതെ അതെ, NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അടുത്ത ദിവസം നമ്മൾ നടത്തുന്നുണ്ട്. സാർ, ഇപ്പോൾ വേറെ കാര്യമുണ്ട്. നമ്മളാണ് ആദ്യം കേരളത്തോട് പറഞ്ഞത്, കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേര് ഇന്തിഫാദ എന്ന് പേരിട്ടിരിക്കുന്നു. നമ്മളത് പലസ്തീനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ 3-4 ദിവസം സംവാദങ്ങൾ അതിൽ നടത്തി. ഇന്നിപ്പോ തീരുമാനം വന്നിട്ടുണ്ട്, VC ഇന്തിഫാദ എന്നുള്ള പേര്
ഇടാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ കാര്യം കുറച്ചുകൂടി ഗൗരവം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ആൾക്കൂട്ട വിചാരണയിൽ ഈ പെൺകുട്ടി പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിർണായകമായ ചോദ്യമാണ്. ആ കുട്ടി അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കേരള പോലീസ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സഖാത്തി ആയിരിക്കാം ഈ പെൺകുട്ടി. അവളെ കൊണ്ട് ഇവൻ പ്രതികൾക്ക് അല്ലെങ്കിൽ പരാതി എഴുതി കൊടുക്കും, ഒരു പ്രൊവോക്കേഷൻ, വ്യാജ പരാതി ആരെഴുതി കൊടുക്കും. അതെ, ഒരു പ്രൊവോക്കേഷന്റെ കാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതി കൊടുപ്പിച്ചതാണ്. പക്ഷേ പ്രൊവോക്കേഷന്റെ പേരിൽ ഒരാളെ കൊല്ലാൻ പറ്റില്ല. സഡൻ പ്രൊവോക്കേഷന് എക്സംഷൻ ഉള്ളൂ. അതെ, മാത്രമല്ല ഈ നമ്മൾ കുറെ വർഷങ്ങളായില്ലേ ഈ പണി തുടങ്ങിയിട്ട്. ഇതില് ഈ ഓരോ രേഖയും പോലീസ് കോടതിയിലോ റിമാൻഡ് റിപ്പോർട്ട് ഇങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടല്ലോ, മാസ്റ്റർ, ഈ എഴുതുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് മനഃപൂർവ്വം ഒരു കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്. പെൺകുട്ടിയോട് സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയ ശേഷം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് എല്ലായിടത്തും. മനഃപൂർവ്വം കൺഫേംഡ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ദേർ. അതെ, ഒരു പരാതി പോലീസിന്റെ മുന്നിലില്ല, പോലീസിന്റെ മുന്നിൽ പരാതി പോലും കിട്ടാതെ ഒരാളും പറയാതെ എങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല, പിന്നെ എങ്ങനെ പോലീസ് പറഞ്ഞു? സാധാരണഗതിയിൽ ICC-ൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ അത് ICC പോലീസിൽ കൊടുക്കണം എന്ന് നിയമമുണ്ട്. അവർ ക്ലോസ് ചെയ്തു, മരിച്ചതുകൊണ്ട്, ഇല്ലാത്തതുകൊണ്ട്, മരിച്ചതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തു. പിന്നെ എങ്ങനെ പോലീസിന് ആസ്ഥാന, കേരള പോലീസിന് ആസ്ഥാന ഈ ഗഫൂർ കാ ദോസ്ത് ഇയാള് ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ചോദ്യം ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് പോലീസിന് നിശ്ചയമുണ്ടാവുമല്ലോ. പെൺകുട്ടികളെ, ഈ പരാതിപ്പെട്ട പെൺകുട്ടിയൊക്കെ ആയിരിക്കുമല്ലോ. അത്രയും ആളുകളെ തടഞ്ഞു വെച്ചാലും നമുക്ക് മനസ്സിലാക്കാം. ഈ നിരപരാധികളായ പെൺകുട്ടികളെ പോലും എന്തിനാണ് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യേണ്ട ഒരാളായിട്ട് പേടിച്ചിട്ടാണ് അബ്ദുൽ ഗഫൂറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം. കോളേജിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു PTA പ്രസിഡന്റ് ഒരു റോളും ഇല്ല. കോളേജിന്റെ പ്രിൻസിപ്പൾ അല്ല, VC അല്ല, ഡീനല്ല. PTA പ്രസിഡന്റ് 400-300 പെൺകുട്ടികളെ തടഞ്ഞു വെച്ചിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ PTA പ്രസിഡന്റ് ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ഉറപ്പായും അയാള് ഡീനും വൈസ് ചാൻസലർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഡീൻ ഒന്നും അറിയിച്ചില്ല എന്നാണല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതികള് ഇത് ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തില്ലേ പലതും. അങ്ങനത്തെ ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് ഡീൻ എന്നാണ് അയാളുടെ മൊത്തം പെരുമാറ്റത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്നൊക്കെ തെളിയുന്നത്. ഇതാരും ഷെയർ ചെയ്യരുത്, ഇങ്ങനെ സംഭവിച്ചു പോയി, ഒരു കൈത്തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ ചിലർ പറയില്ലേ. SFIയുടെ നേതാവ് ഒരു ആസിഫ് ഒരു ചാനലിൽ ഒരു ഗുണ്ടാലൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ, അവൻ പറഞ്ഞല്ലോ ഞങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ആലോചിച്ച് നോക്കിയേ, മാപ്പ് പറയുന്നു ഇത്രേ. അനുശ്രീ എന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ തല കുനിച്ചാണ് നിന്നത്. അതിന് തൊട്ടടുത്ത ദിവസം കോഴിക്കോട് ജില്ലയിലെ കൊല്ലം SNDP കോളേജിൽ മറ്റൊരു കുട്ടിയെ കൊയിലാണ്ടി കൊല്ലം കോളേജ് നമ്മൾ എടുത്തിരുന്നു. തൊട്ടടുത്ത ദിവസം കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും. എന്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണ്ട, നമ്മൾ ഈ സംസാരിക്കുന്ന തൊട്ടടുത്തുള്ള മഹാരാജാസ് കോളേജ് ചെല്ലൂ. അവിടെ ചെന്നാൽ ഒരു CPM-ന്റെ പാർട്ടി ഓഫീസിൽ ചെല്ലുന്ന അവസ്ഥയാണ് കോളേജിൽ കയറിയാലുള്ളത്. ആർഷോ അവിടെ പഠിക്കുന്ന ആള്, അയാൾ ഇതുപോലെ ഒരു മർദ്ദന കേസിൽ 1-ാം പ്രതിയാണ്. വാറന്റുകൾ കോടതി കേസിൽ വാറന്റുകൾ അയച്ചിട്ട് അയാൾ സ്വീകരിക്കുന്നില്ല, എന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ആർഷോ മോനെ വാ, കുഞ്ഞുബാബ വാ എന്ന് പറഞ്ഞ് പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ചെയ്യുന്നില്ല എന്ന് മാത്രോ, ഇത് എന്തൊരു ഭരണമാണിങ്ങനെ ഒരു ഗുണ്ടാ പടയം വെച്ചിട്ട്. എനിക്കിപ്പോ സാർ, എനിക്ക് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ബഹുമാനം തോന്നുന്നു. രാഹുൽ ഇപ്പൊ ഇന്ന് പറഞ്ഞത് ഞാൻ കേട്ടു, ഇങ്ങനെ കുട്ടികളെ അനധികൃതമായി തടഞ്ഞു വെക്കാൻ ഒരാൾക്കും അധികാരമില്ല. അങ്ങനെ ഒരു അബ്ദുൽ ഗഫൂർ തടഞ്ഞു വെച്ചാൽ ആ ഹോസ്റ്റൽ അവിടെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇന്റിമിഡേഷൻ എന്ന് പറയുന്ന സംഭവമാണ്, അത് ക്രൈമാണത്. അതെ, അയാൾ ക്രൈമാണ് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടില്ല, ഇനി കണ്ടോളൂ. പക്ഷേ വേറെ കാര്യം, അയാളുടെ പേര് അബ്ദുൽ ഗഫൂർ എന്നായതുകൊണ്ട് അയാളെ ആരും തൊടില്ല. അതാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇനി ഷേക്സ്പിയറിന് നല്ല പരിചയമുള്ള എൻ്റെ ആത്മസുഹൃത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഈ SFIയുടെയൊക്കെ വേണ്ടി എത്രയോ വാവിട്ട് അലച്ചിട്ടുള്ള ബാലൻ എഴുതിയ ഒരു കവിതയിലെ 4 വരി ഞാൻ പറയാം, എനിക്ക് പാടാനറിയില്ല. എങ്ങും ഒടുങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിൻ്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് മൃത്യുവോ സൗഖ്യമോ. SFI ഉത്തരം പറയട്ടെ,
പിണറായി വിജയൻ ഉത്തരം പറയാം. അതെ, അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഏതായാലും കേരളമേ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. മലയാളികൾ ഇപ്പോഴെങ്കിലും പ്രതികരിക്കുന്നെങ്കിൽ നാളെ പൊലിഞ്ഞു പോകുന്നത് നമ്മുടെ ഓരോ വീടുകളിലെയും പ്രതീക്ഷയുടെ മുകുളങ്ങളായിരിക്കും, നമ്മുടെ മക്കളായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.